ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ കല്യാണ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന കല്യാണത്തിൻ്റെ ദിവസം നാളെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണ തലേന്നാണ്. ഇന്ന് വൈകുന്നേരം മൈലാഞ്ചിയിടൽ ഫംഗ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണ തലേന്നത്തെ ആ ഒരു ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ജോലിയിലാണ് കേട്ടോ. നമ്മുടെ ദ്വീപിൽ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ദാ ഇതുപോലെ സവാള പൊളിക്കലാണ്. അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് സവാള പൊളിയാണ്. പിന്നെ നമ്മൾ കുറച്ചധികം സവാള അരിഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് നാളെ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് ബിരിയാണിയുടെ മുകളിൽ വറുത്ത് കോരി ഇടാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് ഇപ്പോൾ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നാളെ ഇറച്ചിക്കറിയൊക്കെ വെക്കാനൊക്കെ ഉള്ള സവാള അപ്പുറത്ത് പന്തലിൽ ബാക്കിയുള്ളവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് അരിയത്തില്ല, നാളെ രാവിലെയാണ് അത് അരിയുന്നത്. അപ്പോൾ അതേ ഇങ്ങനത്തെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കേരളം ശരിക്കും ഓർത്തു പോകും. ഈ വീഡിയോ കാണുന്ന കേരളക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് കുറേ വർഷം പിറകോട്ട് അവരുടെ ആ ഒരു ചിന്ത പോകും. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എവിടെയേ ഇല്ലാത്തൊരു കാഴ്ചയും. എത്ര രസമായിരുന്നല്ലേ എല്ലാവരും കൂടെ കൂടിയിട്ട്, ബന്ധുക്കളും അയൽവാസികളും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒരു കല്യാണം ആഘോഷിക്കുന്നത് അടിപൊളി രസമല്ലേ. ഇവിടെ ഓഡിറ്റോറിയങ്ങളോ കാറ്ററിംഗ് സർവീസോ ഒന്നുമില്ല. പണ്ടത്തെ നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു കല്യാണങ്ങൾ അതേപോലെ തന്നെ. ഇന്നിനിയിപ്പം വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ദ്വീപിൽ ഇപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കല്യാണം. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതേ പന്തലിലിരുന്ന് കുറേ ഉമ്മമാരും ഇത്തമാരും സവാള പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ആരാണെന്നറിയുമോ? നമ്മൾ കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, കുറേ വീടുകളിൽ കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകളിൽ നിന്നുള്ള എല്ലാ ഉമ്മമാരും ഇത്തമാരും ഒക്കെ അതേ കല്യാണത്തിൻ്റെ തലേ ദിവസം വരും. വന്നിട്ട് എല്ലാവരും ഈ സവാളയും കാര്യങ്ങളൊക്കെ പൊളിച്ച്, അതായത് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തിട്ട് ആണ് അവർ പോകുന്നത്. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും വരും കേട്ടോ. അതായത് 2 ദിവസവും ഇവിടെ നല്ലതുപോലെ ജോലിയുണ്ട്. അപ്പോൾ ഇന്ന് കല്യാണ തലേന്നും വരും, നാളെയും വരും കേട്ടോ. അപ്പോൾ നാളെ ഇതിലും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും കിടക്കുന്നതേ ഉള്ളൂ. കാരണം നാളെ കല്യാണത്തിൻ്റെ ദിവസമാണ്. ഭയങ്കര രസകരമായിട്ടുള്ള കല്യാണമാണ് കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യണം ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദേ ഓരോരുത്തർ കൈമാറി ഇതായി ഇങ്ങനെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടാണ്, എയർപോർട്ടിലെ നേഴ്സാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഓരോ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇത്രയും സവാള അരിഞ്ഞു കേട്ടോ. ഇത്രയൊന്നും അല്ല, നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം അരിഞ്ഞ് ഇങ്ങനെ മാറ്റി അത് വറുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നത് നമ്മൾ കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കൂട്ടവിടെ റെഡിയാക്കി ഇവിടെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സവാള വറുത്ത് കോരി വെക്കുന്നുണ്ട്. അതിനിടയ്ക്കൂടെ ഇവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് പൊളിച്ച് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ആ കിഴങ്ങൊക്കെ നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ പണികളൊന്നും തീരുന്നില്ല. കാരണം ഇനിയും കുറേ പണികൾ ഇനിയും കിടപ്പുണ്ട്. നാളെ രാവിലെ കുറേ ഫങ്ഷൻസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പോൾ കട്ട്ലറ്റിനുള്ള സംഭവങ്ങളെല്ലാം കൂട്ടി സെറ്റാക്കി വെക്കും. അപ്പോഴത്തേക്ക് ഒരു രാത്രി ആയപ്പോഴത്തേക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആൾക്കാർ വന്നു കേട്ടോ. ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൈലാഞ്ചി ഇടൽ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ, ഭയങ്കര രസമായിട്ടുള്ള. നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊക്കെ മൈലാഞ്ചിടിയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എത്ര നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാലും എത്ര കാറ്ററിംഗ് സർവീസിന് കൊടുത്താലും നമ്മൾ ഇതുപോലൊരു കല്യാണം കൂടുന്നത് പോലുള്ള ഒരു സന്തോഷമൊന്നും നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ശരിക്കും നമ്മുടെ നാട്ടിലെ പഴയ കല്യാണങ്ങളൊക്കെ ശരിക്കും നമ്മൾ മിസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇത് കാണുന്നതിലൂടെ നമ്മുടെ ആ പഴയ കാലത്തേക്ക് നിങ്ങളുടെ ഓർമ്മകളെ കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ആ പഴയ കാലത്തേക്ക് ശരിക്കും നിങ്ങൾ പോകും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ചൂടോടെ കട്ട്ലറ്റ് പൊരിക്കാൻ പോവാണ് കേട്ടോ. അതായത് ഇപ്പോൾ മൈലാഞ്ചിയിടാൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സ്നാക്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി ചൂട് കട്ട്ലറ്റ് ഇപ്പം തന്നെ പൊരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവർക്ക് നല്ല ചൂടോടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരപ്പുറത്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട്ലറ്റ് പൊരിക്കാൻ വേണ്ടി പെട്ടെന്ന് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ ചിക്കൻ എല്ലാം പുരട്ടി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മസാലയൊക്കെ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ ഇതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം.
ദേ ഇവിടെ മൈലാഞ്ചി ഇടയിൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് മൈലാഞ്ചി ഇടുന്നതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ നിന്നും കുറച്ച് പേര് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെന്ന്. അതിലൊരാളാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദാ ഇവിടെ ഫുൾ ചിക്കനൊക്കെ മസാല പുരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫുൾ ചിക്കൻ മസാല പുരട്ടി നാളെ പൊരിച്ച് ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നാളെയാണ് നമ്മുടെ കല്യാണ വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കല്യാണമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ ജോലിയിലാണ് കേട്ടോ. കാരണം കുറേ പേര് ഇവിടെ ചിക്കൻ പുരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് പേര് അവിടെ ഉള്ളി വറുത്ത് കോരുന്നുണ്ട്, കുറേ പേര് സവാള അരിയുന്നുണ്ട്, പിന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്കൂടെ ദേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ചായയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ഈ വന്നത് ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. എന്നെ ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞിട്ടോ എന്നെ വിളിച്ച് വീഡിയോ എടുപ്പിച്ചാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. ഭയങ്കര നല്ല പാവമായിട്ടുള്ളൊരു മോളായിരുന്നു. അപ്പോൾ ഇതാ ചെറുക്കൻ്റെ വീട്ടുകാർ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് അവർ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പെണ്ണിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ലേറ്റായിട്ട് മാത്രമാണ് ഇവിടെ പണി ചെയ്യുന്ന ഉമ്മമാർക്കും ഇത്തമാർക്കും ഒക്കെ വീട്ടിൽ പോകാൻ പറ്റുന്നത്. കാരണം നാളത്തേക്ക് വേണ്ടിയിട്ട് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് റെഡിയാക്കി വെക്കാനുണ്ട്. വീടുകളിൽ ഒക്കെ കല്യാണം നടക്കുമ്പോൾ നമുക്കറിയാം ജോലികൾ ഒരുപാടുണ്ടാവും അല്ലേ. പക്ഷേ ആ ജോലിയൊന്നും ഒരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടൊന്നും അല്ല ഇവിടുത്തെ ഇത്തമാരും ഉമ്മമാരും ഒന്നും ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്താണ് ഇവിടെ എല്ലാ ജോലികളും ചെയ്യുന്നത്. നമുക്കറിയാം ഇത് എന്ന് തൊട്ട് തുടങ്ങിയ കല്യാണ വീട്ടിലെ ജോലികളാണെന്ന്. നമ്മുടെ തുടക്കം മുതലുള്ള വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര ദിവസം കൊണ്ട് ആണ് നമ്മുടെ ഈ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്. അന്ന് തൊട്ട് തുടങ്ങിയ ജോലികളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ കല്യാണ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണ വിശേഷങ്ങൾ ഇവിടെ ഒന്നും തീരുന്നില്ല. അപ്പോൾ ലക്ഷദ്വീപിലെ കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.